ഈ പെൺകുട്ടിയുടെ അച്ഛൻ വെള്ളത്തിൽ ഓരോ കോപ്രായങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് അവളെ ചിരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ കുറച്ചു സമയങ്ങൾക്ക് ശേഷം വെള്ളത്തിനടിയിൽ വെച്ച് തന്നെ അയാൾ കൊല്ലപ്പെടുന്നു. ഇതേതോ ഭൂതത്തിന്റെയോ പ്രേതത്തിന്റെയോ കളിയാണെന്നാണ് അവിടെയുള്ളവരെല്ലാം വിശ്വസിച്ചത്. അതുകൊണ്ട് തന്നെ പേടിച്ചിട്ട് നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും കൂടെ ഒരു മന്ത്രവാദിനെ വിളിച്ചു വരുത്തുകയാണ്. വന്നതോ ഒരു ഡ്യൂപ്ലിക്കേറ്റ് മന്ത്രവാദി. ഈ മന്ത്രവാദി വന്ന് കുറച്ച് ഉടായ്പ വേലകളൊക്കെ കാണിച്ച് ഒരു ബോംബിട്ട് ഒരു വലിയ മീനെ പിടിക്കുകയാണ്. എന്നിട്ട് ഇതാണ് രാക്ഷസൻ എന്ന് പറഞ്ഞ് അവിടുത്തെ നാട്ടുകാരെ പറ്റിക്കുകയാണ്. മണ്ടന്മാരെ നാട്ടുകാരോ ഇത് വിശ്വസിച്ച് അവനെ സൽക്കരിക്കാനും തുടങ്ങി. മാത്രമല്ല എല്ലാവരോടും ധൈര്യമായിട്ട് വെള്ളത്തിലിറങ്ങിക്കോളാൻ ഈ മന്ത്രവാദി പറയുകയാണ്. പക്ഷെ അപ്പോഴേക്കും ആരും വെള്ളത്തിലിറങ്ങരുതെന്ന് ഒരുത്തം വിളിച്ചു പറയാണ്. ഇത് കേട്ടിട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഒരു ചകിരി തലയൻ. ഇവനാണ് നമ്മുടെ ഹീറോ. ഇവനും ഒരു മന്ത്രവാദിയാണ്. അതാ നാട്ടുകാരോട് പറയുന്നുണ്ട്. ഈ മന്ത്രവാദി പിടിച്ചത് വെറും ഒരു മീനിനെയാണ്. യഥാർത്ഥ രാക്ഷസൻ ഇപ്പോഴും വെള്ളത്തിൽ തന്നെയുണ്ടെന്ന് അവൻ പറയുന്നു. മാത്രമല്ല ആരും വെള്ളത്തിൽ ഇറങ്ങരുതെന്ന് ഇവൻ പറയാണ്. പക്ഷെ ഇതൊന്നും കേൾക്കാതെ അവനെ ഇടിച്ച് ശരിയാക്കി കെട്ടി തൂക്കിയിട്ട് അവിടെയുള്ള നാട്ടുകാരെല്ലാരും കൂടെ വെള്ളത്തിലേക്ക് ചാടുകയാണ്. എല്ലാവരും വെള്ളത്തിൽ കാര്യമായിട്ട് നീന്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ സമയം വെള്ളത്തിൽ അങ്ങ് ദൂരെ നിന്ന് ഒരു ഭീകര സാധനം ഇവരെ ലക്ഷ്യമാക്കി വരുന്നുണ്ടായിരുന്നു. ഇത് കാണുന്ന നമ്മുടെ ഹീറോ എല്ലാവരോടും രാക്ഷസൻ വരുന്നുണ്ട്, കേറിപ്പോ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതാരും വകവെക്കുന്നില്ല. അധികം താമസിക്കാതെ ആ രാക്ഷസൻ ഇവരുടെയൊക്കെ അടുത്തെത്തുകയും ഈ ഡാൻസ് കളിക്കുന്ന പുള്ളിക്കാരിയെ ഒറ്റയടിക്ക് വിഴുങ്ങുകയും ചെയ്യുകയാണ്. വളരെ വലിപ്പമുള്ള മീനിന്റെ ഷേപ്പിലുള്ള ഒന്നായിരുന്നു ഈ രാക്ഷസൻ. രാക്ഷസനെ കണ്ട് പേടിച്ച് എല്ലാവരും കരയിലേക്ക് കയറുകയാണ്. എന്നാൽ കരയിലും അവർക്ക് രക്ഷയുണ്ടായിരുന്നില്ല. ആ രാക്ഷസൻ നാക്ക് പോലുള്ള എന്തോ സാധനം ഉപയോഗിച്ച് കരയിലുള്ളവരെയും പിടിച്ചു വിഴുങ്ങുകയാണ്. എല്ലാവരും പേടിച്ചിട്ട് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് പരക്കം പായുകയാണ്. ഈ സമയം ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹീറോ എല്ലാവരോടും ചത്തതുപോലെ അടങ്ങിക്കിടക്കാൻ പറയുന്നു. ഇത്തവണ പക്ഷേ എല്ലാവരും അവൻ പറയുന്ന അനുസരിക്കുകയാണ്. എല്ലാവരും ചത്തതുപോലെ അടങ്ങിക്കിടക്കുകയാണ്. ആകെപ്പാടെ നിശബ്ദം. പക്ഷെ അപ്പോഴാണ് ഒരു കൊച്ചു പെൺകുട്ടി, നമ്മൾ ആദ്യം കണ്ടില്ലേ, ആ പെൺകുട്ടി ഒരിടത്ത് ഒറ്റയ്ക്കിരിക്കുന്നത് കാണിക്കുന്നത്. ആ കൊച്ച് അവിടെ ഇരുന്ന് അതിന്റെ അമ്മയെന്നും പറഞ്ഞ് വിളിച്ച് കരയുകയാണ്. ആ കുട്ടിയുടെ അമ്മ ആ കൊച്ചിനോട് ശബ്ദമുണ്ടാക്കാതെ അവിടെ തന്നെ ഇരുന്നോ, ഇങ്ങോട്ട് വരണ്ട എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷെ ആ കുട്ടി ഇതൊന്നും കേൾക്കാതെ കരഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് ഓടി വരികയാണ്. പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ, ആ കുട്ടിക്ക് അതിന്റെ അമ്മയുടെ അടുത്തെത്താൻ സാധിച്ചില്ല. കാരണം അതിനു മുമ്പേ ആ രാക്ഷസൻ അതിന്റെ നാക്ക് ഉപയോഗിച്ച് ആ കൊച്ചിനെ പിടിച്ചു കഴിഞ്ഞിരുന്നു. കുട്ടിയെ വെള്ളത്തിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്നതിന് മുമ്പായിട്ട് അമ്മ ഓടി വന്ന് ആ കൊച്ചിനെ പിടിക്കുകയാണ്. രാക്ഷസന്റെ പിടിപിടിപ്പിക്കാനും ശ്രമിക്കുകയാണ്. ഇത് കണ്ട് ഒന്ന് രണ്ട് പേര് കൂടെ കൂടുകയും ചെയ്യുന്നു. ഒരു തരത്തിൽ ചെറുതായിട്ടൊന്ന് പിടിപിടിപ്പിക്കുമ്പോഴേക്കും ആ രാക്ഷസൻ വീണ്ടും ആ കുട്ടിയുടെ തലയ്ക്ക് കയറി പിടിക്കുകയാണ്. ഒട്ടും മടിക്കാതെ നാട്ടുകാരൊക്കെ കൂടെ ആ കൊച്ചിന്റെ മുടി കണ്ടിച്ചിട്ട് ആ കൊച്ചിനെ സേഫ് ആക്കുകയാണ്. പക്ഷേ ഈ രാക്ഷസനാകട്ടെ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. രാക്ഷസൻ വീണ്ടും ആ കൊച്ചിനെ പിടിക്കുന്നു. ഇത്തവണ കുട്ടിയെ സേഫ് ആക്കുന്നതിന് വേണ്ടിയിട്ട് നാട്ടുകാരിൽ ഒരാള് ഒരു വാളെടുത്ത് ആ രാക്ഷസന്റെ നാക്ക് തന്നെ കട്ട് ചെയ്ത് കളയുകയാണ്. പക്ഷേ കുട്ടി വെള്ളത്തിലേക്ക് മറിഞ്ഞു വീഴാൻ തുടങ്ങുകയും അമ്മ ചാടി പിടിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ആ രാക്ഷസൻ അതിന്റെ വലിയ വായു ഉപയോഗിച്ചുകൊണ്ട് ആ കുട്ടിയെ കടിച്ചെടുത്തുകൊണ്ട് പോവുകയാണ്. ഇത് കണ്ട് സഹിക്കാൻ വയ്യാതെ തന്റെ കുട്ടിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആ അമ്മ ഒരു വലിയ ആയുധവുമൊക്കെ ആയിട്ട് വെള്ളത്തിലേക്ക് ചാടുകയാണ്. പക്ഷെ ആ അമ്മയെയും രാക്ഷസൻ അകത്താക്കുകയാണ്. ഈ സമയം കൊണ്ട് ബന്ധിക്കപ്പെട്ട നമ്മുടെ ഹീറോ അവന്റെ കയ്യിലെ കെട്ട് പൊട്ടിച്ചിരുന്നു. രാക്ഷസന്റെ വായിൽ അകപ്പെടേണ്ടിയിരുന്ന ഒരു പിഞ്ചു കുഞ്ഞിനെ നമ്മുടെ ഹീറോ രക്ഷിക്കുന്നു. ഈ രാക്ഷസനെ എങ്ങനെയും കരയിലെത്തിക്കണമെന്ന് നമ്മുടെ ഹീറോ പറയുകയാണ്. ഹീറോ തന്ത്രപൂർവ്വം രാക്ഷസനെ ഒരു പലകയുടെ അറ്റത്തായിട്ട് അകപ്പെടുത്തുന്നു. പലകയുടെ മറുവശത്തായിട്ട് വെയിറ്റ് കൊടുത്ത് ചാടി രാക്ഷസനെ കരയിലെത്തിക്കുക എന്നതായിരുന്നു ഹീറോയുടെ ലക്ഷ്യം. ഹീറോ ഒറ്റയ്ക്ക് ചാടിയാൽ വെയിറ്റ് മാച്ചാകില്ലല്ലോ. അതുകൊണ്ട് തന്നെ മറ്റേ ഡ്യൂപ്ലിക്കേറ്റ് മന്ത്രവാദിനെ കൂട്ടിക്കൊണ്ട് ചാടി. പക്ഷേ വെയിറ്റ് മാച്ചാകുന്നുണ്ടായിരുന്നില്ല. രണ്ടുപേര് ചാടിയാലല്ലേ വെയിറ്റ് മാച്ചാകാത്തുള്ളൂ. എണ്ണം കൂട്ടാവുന്നോർത്ത് 3, 4, 5 എന്നൊക്കെ പറഞ്ഞ് അവർ ആൾക്കാരുടെ എണ്ണവും കൂട്ടി കൊണ്ടുവന്നു. പക്ഷേ എന്നിട്ടും രാക്ഷസനെ കരയിലെത്തിക്കാൻ സാധിച്ചില്ല. ഈ സമയം അവിടെയുള്ളൊരു വണ്ണമുള്ളൊരു സ്ത്രീ ഓടി വന്ന് ആ പലയിലേക്ക് എടുത്തു ചാടുകയാണ്. ഉടനെ തന്നെ ആ രാക്ഷസൻ അവിടെ നിന്ന് കുതിച്ചു പൊങ്ങി കരയിലേക്ക് വീഴുന്നു. കരയിലേക്ക് വീണ ഉടനെ ആ രാക്ഷസന്റെ രൂപം മനുഷ്യന്റേതുപോലെ മാറി. ഇത് കണ്ട് അവിടെയുള്ള നാട്ടുകാരെല്ലാവരും കൂടെ ഇവനെ കൊല്ലണമെന്നും പറഞ്ഞ ആയുധങ്ങളുമായിട്ട് അടുത്തേക്ക് അടുക്കുകയാണ്. പക്ഷെ നമ്മുടെ ഹീറോ ആകട്ടെ അതൊന്നും സമ്മതിച്ചില്ല. അവന്റെ മാന്ത്രിക സാധനങ്ങളെല്ലാം അവിടെ എല്ലാം നിരത്തി പെറുക്കി വെക്കുകയാണ്. എന്നിട്ട് ഈ കുഞ്ഞു പിള്ളേരൊക്കെ പഠിക്കുന്ന ഒരു ബുദ്ധന്റെ ചെറിയ നേഴ്സറി ബുക്കുണ്ട്, അതിലെ പാട്ടെടുത്ത് വെച്ചിട്ട് അങ്ങ് പാടുകയാണ്. ഈ പാട്ട് കേട്ട് വയലന്റായ രാക്ഷസൻ നമ്മുടെ ഹീറോയെ പൊതുരെ തല്ലുകയാണ്. ഈ സമയം അങ്ങോട്ടേക്ക് ഒരു സുന്ദരിയായ പെൺകുട്ടി വന്നു. ഇവൾ ആ രാക്ഷസനിട്ട് നല്ല അടിയിടിയെല്ലാം കൊടുക്കുകയാണ്. മാത്രമല്ല ഒരു മാന്ത്രിക തുണിയിൽ പൊതിഞ്ഞ് ഒരു ചെറിയ ചെപ്പിനുള്ളിൽ അടക്കുകയാണ് ആ രാക്ഷസനെ. രണ്ട് കപ്പിൾസ് കാടിന് നടുവിലുള്ള ഒരു റെസ്റ്റോറന്റിൽ എത്തിയിരിക്കുകയാണ്. അകത്ത് പ്രവേശിച്ച ഉടനെ തന്നെ അതിന്റെ വാതിലുകൾ താനെ അടഞ്ഞു. അധികം താമസിക്കാതെ അവിടുത്തെ വെയിറ്റർ വന്ന് ഇവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും അവിടെ എല്ലാം കാണിച്ചു കൊടുക്കുകയും അവിടുത്തെ റോസ്റ്റഡ് പിക്സ് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അത് കാണുമ്പോഴേ നല്ല ടേസ്റ്റി ആണെന്ന് മനസ്സിലാവും. ഇവർക്ക് കഴിക്കാൻ കൊടുത്ത ഫുഡിനും അപാര ടേസ്റ്റ് ആയിരുന്നു. ഫുഡിന്റെ ടേസ്റ്റിനെ പറ്റി വെയിറ്ററിനോട് സംസാരിച്ചപ്പോൾ അവിടുത്തെ ഷെഫും ഓണറുമായിട്ടുള്ള ആളെ വെയിറ്റർ ഇവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഫുൾ മേക്കപ്പ് ഇട്ടിരുന്ന ആ ഓണർ ഒരു മനുഷ്യനായിരുന്നില്ല. അവന്റെ രാക്ഷസ രൂപം ആ ഗസ്റ്റിന് മുന്നിൽ തുറന്നു കാണിക്കുന്നു. പേടിച്ചോടിയ ഇവർ റോസ്റ്റഡ് പിക്സിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന റോസ്റ്റഡ് മനുഷ്യന്മാരെയും കൂടെ കാണുകയാണ്. ഇവർക്ക് പക്ഷെ കൂടുതലൊന്നും പേടിക്കേണ്ടി വന്നില്ല. കാരണം അതിനു മുമ്പേ രാക്ഷസൻ അവരെ ഒരു വലിയ ആയുധം ഉപയോഗിച്ച് കൊലപ്പെടുത്തുന്നു. അധികം താമസിക്കാതെ നമ്മുടെ ഹീറോയും ഈ റെസ്റ്റോറന്റിലേക്ക് എത്തുകയാണ്.
ഇവനെ സ്വീകരിക്കാനും ഒരു സുന്ദരിയായ പെൺകുട്ടി വന്നു. ഇവൾ അവനെ അകത്തേക്ക് ക്ഷണിക്കുകയും അവിടെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. പക്ഷേ മാന്ത്രികനായ ഹീറോയുടെ കണ്ണിൽ യഥാർത്ഥ ദൃശ്യങ്ങളെല്ലാം തെളിഞ്ഞു കാണുന്നുണ്ടായിരുന്നു. ഡെക്കറേഷന്റെ പേരിൽ തെളിച്ചു വെച്ചിരുന്ന മെഴുകുതിരി പക്ഷേ ഹീറോയ്ക്ക് ഒരു ആയുധമായിട്ടാണ് കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ അവിടെ ഇരുന്ന് പലരും ഫുഡ് കഴിക്കുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നുണ്ടെങ്കിലും ഹീറോയുടെ കണ്ണിന് അവരെല്ലാം മരിച്ചു കിടക്കുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത്. ഹീറോയുടെ കൂടെ ഉണ്ടായിരുന്ന ആ പെൺകുട്ടി അവനെ റോസ്റ്റഡ് പിഗ്സ് ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവന് പക്ഷേ അതിനുള്ളിൽ ഒളിപ്പിച്ച റോസ്റ്റഡ് മനുഷ്യന്മാരെയും കൂടെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. സത്യാവസ്ഥ മനസ്സിലാക്കിയ ഹീറോ കൂടെയുള്ള ആ പെൺകുട്ടിയുടെ മുഖത്തിനിട്ട് ആഞ്ഞൊരു ഇടി ഇടിക്കുകയാണ്. ഇടി കൊണ്ട് ആ പെൺകുട്ടിയുടെ മുഖം ചെറുതായിട്ടൊന്ന് ചളുങ്ങി എന്നല്ലാതെ മറ്റൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ രാക്ഷസ പെൺകുട്ടി നമ്മുടെ ഹീറോയെ തിരിച്ചാക്രമിക്കാൻ തുടങ്ങിയപ്പോഴേക്കും നമ്മുടെ ഹീറോയിൻ അങ്ങോട്ടേക്ക് എത്തുകയും ആ രാക്ഷസ പെൺകുട്ടിയും അവളുടെ കൂടെയുള്ള ബാക്കി രാക്ഷസന്മാരെയും ഹീറോയിന്റെ കയ്യിലുള്ള ഫ്ലൈയിങ് റിംഗ് ഉപയോഗിച്ചുകൊണ്ട് അവരെയെല്ലാം നശിപ്പിച്ച് വെറും മണ്ണാക്കി മാറ്റുകയാണ്. പക്ഷെ അപ്പോഴേക്കും ആ മെയിൻ രാക്ഷസൻ, ആ ഓണറില്ലേ, അവൻ അങ്ങോട്ടേക്ക് വരികയാണ്. അവനുമായിട്ട് നമ്മുടെ ഹീറോയിൻ നല്ലപോലെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവനെ നശിപ്പിക്കുക എന്ന് പറയുന്നത് കുറച്ച് പാടുള്ള കാര്യമായിരുന്നു. അവള് മാക്സിമം ട്രൈ ചെയ്തിട്ട് അവന്റെ യഥാർത്ഥ രൂപം പുറത്തു വരുത്തുകയാണ്. അവന്റെ രൂപം ഒരു വലിയ പന്നിയുടേതുപോലെയായി മാറി. ഹീറോയിൻ ഒരു തരത്തിൽ ആ രാക്ഷസനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. രാക്ഷസന്റെ വായോട് വാ ചേർത്ത് വെച്ച് ഉള്ളിലേക്ക് വലിച്ചെടുക്കാനായിട്ട് ഹീറോയോട് ആവശ്യപ്പെടുകയാണ്. വാ കൊണ്ട് വലിച്ചെടുക്കാനോ എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് ഹീറോ ആദ്യം പറയുന്നുണ്ടെങ്കിലും വേറെ നിവൃത്തിയില്ലാതെ അവൻ അങ്ങനെ ചെയ്യുകയാണ്. രാക്ഷസൻ ഉള്ളിലേക്ക് പ്രവേശിച്ച ഉടനെ നമ്മുടെ ഹീറോയുടെ നിറം നീലയായി മാറി. ഹീറോയിനാണെങ്കിൽ ഉടനെ തന്നെ അവന്റെ വായിൽ നിന്നും ആ രാക്ഷസനെ അവളുടെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുകയാണ്. അവളുടെ നിറവും അധികം നമസ്കാരം നീലയായി മാറുകയാണ്. ഇവൾ ആ രാക്ഷസനെ അവളുടെ മാന്ത്രിക തുണിക്കുള്ളിൽ ബന്ധിക്കുന്നു. എന്നാൽ ആ മാന്ത്രിക കെട്ടുപൊട്ടിച്ച് ആ രാക്ഷസൻ ഒരു ഭീകര രൂപമായി പുറത്തു വരുന്നു. പക്ഷെ അപ്പോഴേക്കും ആ വലിയ കെട്ടിടം ഇടിഞ്ഞു വീഴുകയും നമ്മുടെ ഹീറോയിനും അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നു.